നമ്മൾ മുമ്പ് മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണിത്, ഓഡിയോ സിസ്റ്റം. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടാണ് ഇവിടെ കിട്ടിയത്. ഒരു STK4182 എന്നുള്ള ഒരു IC ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടാതായപ്പോൾ അതിന് പകരമായിട്ട് ഉള്ളത് ഒരു തരത്തിലുള്ള STK ആ പിന്നെ സൂട്ടബിൾ ആയിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഒരു 7294 ബോർഡും ചെയ്തിട്ടുണ്ട്. അവരുടെ ആവശ്യം ഒരു സബ് ഊഫർ ഔട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സബ് ഊഫർ ഔട്ടായിട്ട് ഒരു 2 MOSFET ബോർഡും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് റെഡിയാക്കി ഇനി ഫിറ്റിംഗ് കുറച്ചുകൂടി ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇന്ന് കൊണ്ടുവന്നുകൊണ്ട് ഞാനിത് നേരത്തെ ഒന്ന് വീഡിയോ ആക്കുക. അപ്പോൾ ഒരു പരിഹാരം ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് എക്സ്ട്രാ ബോർഡ് കയറ്റി. STK കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെയാണ് ആദ്യം നോക്കിയിരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ മാറ്റി ബോർഡ് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാ ചെയ്തുള്ളതെന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇത് ഈ ടൈപ്പ് ഒരു സോണിയുടെ സിസ്റ്റമാണ്. അപ്പോൾ 2 ഫ്രണ്ട് സ്പീക്കേഴ്സും 2 സറൗണ്ട് സ്പീക്കേഴ്സും ഉള്ള ടൈപ്പായിരുന്നു ഈ സോണി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ USB പാനൽ കയറ്റിയിട്ടുള്ളത്. പിന്നെ സബ് ഊഫറിന്റെ കൺട്രോൾ, അതായത് സബ് ഊഫറിന്റെ ഗെയിന് മാത്രമായിട്ട് ഈ വോളിയം കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ചാനലിന്റെ വോളിയം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഈ വോളിയം തന്നെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഇൻപുട്ടും കാര്യങ്ങളും ഔട്ട്പുട്ടും ഒക്കെ വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൺട്രോൾ ഉപയോഗിച്ചാൽ മതി ഫ്രണ്ടിന്. സബ് ഊഫറിന് സെപ്പറേറ്റ് ആ ബാക്കിലുള്ള കൺട്രോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് 7294ന്റെ ആ ഒരു ബോർഡ്, ഒരു സ്റ്റീരിയോ ബോർഡാണ്. അപ്പോൾ 2 ചാനലിന് 7294 ആണ് ഈ ഒരു വോൾട്ടേജ്, ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജിന് സൂട്ടബിൾ ആവുന്നു. അതുപോലെ തന്നെ ആ ട്രാൻസ്ഫോമറിന് സൂട്ടബിൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു 2 MOSFET ബോർഡ് കൊടുത്ത് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ സബ് ഊഫർ വർക്ക് ചെയ്യുന്നത്. പിന്നെ സബ് ഊഫറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്ടർ ബോർഡ്, സാധാരണ ഫിൽട്ടർ ബോർഡാണ്. ജസ്റ്റ് വർക്ക് കഴിഞ്ഞതേ ഉള്ളൂ, പണികളൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞില്ല. ഇതിന്റെ വയറിംഗ് ഒന്നും ഒതുക്കിയില്ല, ഒക്കെ ചെയ്യാനുണ്ട്. പാനൽ ഈ ബാക്കിലാണ് ഇവിടെ കട്ട് ചെയ്ത് കയറ്റിയിട്ടുള്ളത്. നമ്മുടെ പാനലിന് വേണ്ട 5 വോൾട്ട് റെഗുലേറ്റർ. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിന്റെ വയറിംഗ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് ഈ ബോർഡിൽ നിന്നാണ് എല്ലാം ഞാൻ ട്രേസ് ചെയ്തെടുത്തുള്ളത്. ഈ പോയിന്റിൽ നിന്നാണ് തൽക്കാലം വോൾട്ടേജ് എടുത്തുള്ളത്. ഇത് 22 വോൾട്ടോ സംതിങ് അങ്ങനെ എന്തോ ആണുള്ളത്. വലിയൊരു കൂടിയ 24 പോലും ശരിക്കില്ല ഈ വോൾട്ടേജ്. അതേപോലെ തന്നെ ഇൻപുട്ട് ഇവിടുന്ന് തന്നെ എടുത്തുള്ള എല്ലാം ആ STKയിലേക്ക് കയറിയിരുന്ന ആ പോയിന്റിൽ നിന്ന് തന്നെയാണ് എല്ലാ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പീക്കർ ഔട്ട് നമ്മൾ നേരിട്ടിട്ട് ഇവിടെ ആ സ്പീക്കർ ലൈൻ കട്ട് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള ഒരു കട്ട് ഓഫ് ഒഴിവാക്കിയിട്ട് നേരിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഇൻപുട്ട്, ഈ ഓക്സ് ഇൻപുട്ട് ആണ് നമ്മൾ നേരിട്ടിട്ട് നമ്മുടെ പാനൽ ഇൻപുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പെൻഡ്രൈവ് വെച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ ഈ കണക്ഷൻസ് ഒന്ന് കാണിക്കാഞ്ഞത് ഒരു കുഴപ്പമായിട്ട് ആരും പറയരുത്. കാരണം എന്താ വെച്ചാൽ ഇത് വീഡിയോ ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞാനത് വളരെ ധൃതിപ്പെട്ട് പെട്ടെന്നാണ് ചെയ്ത് തീർക്കാണ്ടായത്. പിന്നെ അത് എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കണക്ഷൻസ് ഒക്കെ പ്രത്യേകം പറഞ്ഞു തന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഡിവൈസ്, ഈ ബോർഡ് നമുക്കൊരു കൺട്രോൾ ബോർഡാണ്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്ത് നമ്മുടെ ആ പാനൽ ഇൻപുട്ട് കൊടുത്തു, അതിന് നേരെ കൺട്രോൾ ചെയ്ത് ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ അതിൻ്റെ ഔട്ട്പുട്ട് ICയിലേക്ക് വരുന്ന പവർ ആമ്പിലേക്ക് കയറുന്ന പോയിന്റിൽ നിന്നും നമ്മൾ അതിൻ്റെ സിഗ്നൽ എടുത്തിട്ട് നമ്മൾ ആംപ്ലിഫയർ നമ്മൾ ഫിറ്റ് ചെയ്ത ബോർഡിലേക്ക് കണക്ട് ചെയ്തു. അത്രയും സിമ്പിൾ അല്ലേ സംഭവം. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്തു. അതിൽ നിന്ന് തന്നെ ഒരു ഫിൽറ്റർ വെച്ചിട്ട് സബ് ഊഫറും കണക്ട് ചെയ്തു. അത്രയും നിസ്സാരമാണ്. വളരെ ഒരു 2.1 അസംബിൾ ചെയ്യുന്ന അത്രയും പണി തന്നെയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ചില ഇതിൽ നമുക്ക് ആ ഒരു പോയിന്റ്, ആ ഓഡിയോ ഇൻപുട്ടോ ഓഡിയോ ഔട്ട്പുട്ടോ പോയിന്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇനി വരാനില്ല. അപ്പോൾ ഇതുപോലെ ഇത് പാനലും കൺട്രോളും ഒക്കെ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ നല്ല ഓഡിയോ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനൊക്കെ ഇപ്പോൾ സാഹചര്യമുള്ളൂ. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ അത് ഡിവൈസ് നന്നാക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇത് അവരുടെ ആവശ്യപ്രകാരം ഇതിപ്പോൾ ഒരു ബ്ലൂടൂത്ത് ആയി, ഇതിൽ സബ് ഊഫറും ആയി. അപ്പോൾ 2 കാര്യങ്ങളായില്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും അത് നശിച്ചു പോയില്ല, അത് വളരെ അപ്ഡേറ്റ് ആയി. അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.